എനിക്കൊരു വളരെ പ്രതീക്ഷയുണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അപ്പോൾ കഴിവുള്ള വ്യക്തികളെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആൻ്റണിയുടെ മകൻ എന്തൊരു നല്ല കഴിവുള്ളതാണ് പുള്ളി. ഞാൻ വിചാരിച്ചു വെറും പൊട്ടനാന്ന് ഓർത്തുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് പറയാം, അത് ഈ നാശത്തിന് കൂട്ടായിട്ട് നിൽക്കുന്ന പിണറായി സർക്കാരിന് ഞാൻ ശരിക്കും നമിക്കുകയാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സൽക്കർമ്മമാണ്. അദ്ദേഹം ഈ സമൂഹത്തെ മുഴുവനൊന്ന് ശരിയായ രീതിയിൽ നശിപ്പിച്ചിട്ട് പുതിയൊരു പുനഃസ്ഥാപനം പുതിയത് ഉണ്ടായിക്കോളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സുരേന്ദ്രനാണ്. മദ്യപാനത്തിൻ്റെ പുരോഗതിയാണ് കാണുന്നത്. അപ്പോൾ മദ്യപാനത്തിന് ഏത് തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാപ്പാടാണ്. കൊച്ചു കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും സുൽത്താൻ ബത്തേരി അറിയാം. ഇനി ഗണപതി ബത്തേരി എന്നാക്കി കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവുമെന്നില്ല, അറിയില്ല. അത് നടക്കുമോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഓരോ ചെറുപ്പക്കാരറിയാം. എനിക്കറിയാവുന്ന എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഈ ഒരു 7-8 കുടുംബമുണ്ട്. എൻ്റെ ഇതേ പ്രായത്തിലുള്ള ഒക്കെ ഇതിൻ്റെയും കുടുംബം തകർന്നിരിക്കുക. ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അവർ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചേർന്നവരാണ്. അവർ മദ്യപാനത്തിന് ആസക്തിയിൽ പെട്ടുപോയിട്ട് വീട്ടിൽ നിന്ന് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിച്ച വീട്ടിൽ നിന്ന് ഭാര്യയും കുടുംബവും മക്കളും മാത്രം മാറി ഒരു 300 മീറ്റർ മാറി വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണം. ഇത് എന്തൊരു ജീവിതമായി പോയി. മദ്യപാനത്തിൻ്റെ പുരോഗതിയാണ് കാണുന്നത്. അപ്പോൾ മദ്യപാനത്തിന് ഏത് തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് ഞാൻ പബ്ലിക്കായിട്ട് പറയുമ്പോൾ എന്നെ കല്ലെറിയാൻ ആളുണ്ടാവും. ഞാൻ സത്യം മാത്രമേ പറയണുള്ളൂ. അത് പറയുന്നതുകൊണ്ട് ആരും മാറില്ല. പക്ഷെ ഓരോ കുടുംബവും തീരുമാനിക്കണം. അത് വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ കർമ്മഫലത്തിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ ഇങ്ങനെ പോവുള്ളൂ. ഒന്ന് നശിച്ചതിന് ശേഷമേ ഇനി നന്നായി വരുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നാശത്തിന് കൂട്ടായിട്ട് നിൽക്കുന്ന പിണറായി സർക്കാരിന് ഞാൻ ശരിക്കും നമിക്കുകയാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സൽക്കർമ്മമാണ്. അദ്ദേഹം ഈ സമൂഹത്തെ മുഴുവനൊന്ന് ശരിയായ രീതിയിൽ നശിപ്പിച്ചിട്ട് പുതിയൊരു പുനഃസ്ഥാപനം പുതിയത് ഉണ്ടായിക്കോളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് നല്ലതാണ്. എന്തിനും നല്ല വശമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലതാണ്. പഴയതിനെ മുഴുവൻ ഒന്ന് ജീർണിപ്പിച്ച് ഇല്ലാതാക്കി മുഴുവനായിട്ട് നശിപ്പിച്ചിട്ട് പുതിയതിനെ പുനഃസ്ഥാപിച്ചുള്ളൂ. ഇപ്പോൾ പിണറായി സർക്കാരിനെ കുറിച്ച് പറഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങനെ ഒരു ആളുകളാണോ, അതോ അതിൻ്റെ ഇടയിൽ നല്ല നല്ല ആളുകളുണ്ടോ? കാണാൻ ബുദ്ധിമുട്ടായി. ചീഞ്ഞ് നാറുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ലത് തന്നെ കാണാൻ പറ്റുമോ? കോമൺ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ മുഴച്ച് കാണുന്നത് എന്താ? ഒരു വീടിൻ്റെ നാഥനെയാണ് നമ്മളെപ്പോഴും അതിൻ്റെ മെയിൻ ആളായിട്ട് കാണുന്നത്. ഇപ്പം നിങ്ങളെ കല്യാണം ആലോചിച്ച ഒരാൾ വരികയാണ്, നിങ്ങളുടെ അച്ഛൻ മദ്യപിച്ച് അവിടെ ഇരിക്കുകയാണ്, തോന്നിയാസം കാണിച്ച് മുണ്ടൊക്കെ കഴിച്ച് കുറച്ച് റൊട്ടി കിടക്കുകയാണ്, പഠിക്കുക തന്നെ, നിങ്ങളെ കെട്ടാൻ വരുമോ? അവിടെ വരുമ്പോഴേ ചിന്തിക്കുക ഈ വീട്ടിൽ നിന്ന് വേണ്ട, നല്ല ക്വാളിറ്റിയുള്ള പെണ്ണൊക്കെയാണ് വേണ്ടാന്ന് വിചാരിക്കും. അത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിന് പറ്റിയേക്കുന്നത്. ഒരു നല്ല കഴിവുള്ളൊരു ഭരണ സിസ്റ്റം ഇപ്പം ഇല്ല. കേരളം പോയി. ഇപ്പോൾ കേരളത്തിൽ BJP നേതാക്കളുണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വാർത്ത വരെയുണ്ടായി, കെ സുരേന്ദ്രൻ ഒരു സ്ഥലത്തെ ഗണപതി വട്ടം എന്ന് പേരാക്കും എന്നുള്ള രീതിയിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് അത് ചെയ്യുന്നത് അതൊരു വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ? 100% തെറ്റാണ്. എന്തിനു വേണ്ടിയിട്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഗണപതി വട്ടം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റുമെന്ന് പറയുന്നത്, അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വെറുതെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണം. അതല്ല ചെയ്യേണ്ടത്. ഭരണം കിട്ടി ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലോജിക്കലി അതിനേത് പേരാണോ വേണ്ടത് അതിനനുസരിച്ച് പേര് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ വേണ്ട. അത് ഒരു നിയമ സംവിധാനമാണ്. അല്ലാണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരാളുടെ പേര് നേരത്തെ തന്നെ തല്ലി പൊട്ടിച്ചൊരു പുതിയ പേരിട്ടു ആർക്ക് എന്ത് ഗുണമുള്ളത്? സുൽത്താൻ ബത്തേരി അല്ലേ ഉദ്ദേശിച്ചത്? സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാപ്പാടാണ്. കൊച്ചു കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും സുൽത്താൻ ബത്തേരി അറിയാം. ഇനി ഗണപതി ബത്തേരി എന്നാക്കി കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവുമെന്നില്ല, അറിയില്ല. അത് നടക്കുമോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിലോട്ട് ഞാൻ ഇൻട്രസ്റ്റഡും അല്ല. ഞാൻ പറയുന്നത് മോദിജിയുടെ സർക്കാരിൻ്റെ കാര്യമാണ്. അതേപോലെ എനിക്ക് എടുത്തു പറയാവുന്ന കേരളത്തിലെ കുറച്ച് നേതാക്കളുണ്ട്, ആരെയും പേരൊന്നും പറയണില്ല, അവരൊക്കെ അതിന് എലിജിബിളാണ്. ഇങ്ങനത്തെ പൊട്ടത്തരം പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കണില്ല. ഇവിടെ കേരളത്തിലെ BJP നേതാക്കളെ കുറിച്ച് അത്ര അഭിപ്രായം ഇല്ല എന്നാണോ പറയണേ? അല്ല, അത് അഭിപ്രായമുണ്ട്. ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ലാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയുടെ മുഴച്ചു നിൽക്കുന്ന ചില നേതാക്കൾ പലതരത്തിലും ജനങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല. അവർ വളരെ വിദൂരങ്ങളിൽ നിൽക്കുക. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സുരേന്ദ്രനാണ്. സുരേന്ദ്രനെ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ വേണം. ഇതൊരു പാർട്ടിയുടെ സംവിധാനത്തിൽ വേണ്ടതാണ്.
ഒരു ടോൾ ഫ്രീ നമ്പറോ ആർക്കും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി വേണം. അത്ര വലിയ ബിസി പേഴ്സണൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാർ പേഴ്സണൊന്നുമല്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഓഫീസ് ഉണ്ടാക്കിക്കൂടെ? ഒരു ഓഫീസിലേക്ക് ടോൾ ഫ്രീ നമ്പർ ഫെസിലിറ്റി കൊടുത്തുകൂടെ? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഓഫീസിലേക്ക് കയറി വരാം, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്ത് ചെയ്താൽ കുഴപ്പമില്ലാത്ത ചെയ്തുകൂടാത്തത്? എന്നെപ്പോലെ ഒരാൾക്ക് ഒന്നുമല്ല, എന്നെപ്പോലെ ഒരാൾക്ക് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാം. ഇത്രയും ആളുകൾക്ക് സഹായവും മെഡിറ്റേഷൻ പഠിപ്പിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ പുള്ളിയെപ്പോലുള്ള ഒരാൾക്ക് ചെയ്തുകൂടെ? അവർക്ക് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അവർക്ക് ഇതൊന്നും അല്ല താല്പര്യം. ചുമ്മാ കാലത്തൊട്ട് വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ ഒരു 5-6 എസ്കോട്ട് വെച്ച് അപ്പുറം പോവുക ഇപ്പുറം പോവുക. ഭരണ സംവിധാനത്തിൽ നല്ലത് കൊണ്ടുവരിക എന്നൊന്നും പ്ലാനൊന്നുമില്ല. അതൊക്കെ മോദിജിയെ തന്നെ കണ്ടുപിടിക്കണം. അതിനെപ്പറ്റി സംസാരിക്കുന്ന ആ രീതി ഒന്ന് നോക്കണം. എനിക്കൊരു വളരെ പ്രതീക്ഷയുണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ചന്ദ്രശേഖരൻ പുള്ളിക്ക് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ശശി തരൂർ ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ ആ പുള്ളിയുടെ കഴിവ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം അങ്ങനെ ഒരു പാർട്ടിയുടെ കൂടെ ആരും അംഗീകരിക്കാത്തൊരു തലത്തിൽ അവിടെ തന്നെ ചവിട്ടും കുത്തുവാണ്. അപ്പോൾ കഴിവുള്ള വ്യക്തികളെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആൻ്റണിയുടെ മകൻ എന്തൊരു നല്ല കഴിവുള്ളതാണ് പുള്ളി. ഞാൻ വിചാരിച്ചു വെറും പൊട്ടനാന്ന് ഓർത്തുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് പറയാം, അദ്ദേഹത്തിൻ്റെ സ്പീച്ചും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് ആ വ്യക്തി ഇത്രയും പൊട്ടൻഷ്യലുള്ള ആളാണോ എന്ന് അറിയണത്. ഈ BJP നേതാക്കൾ ഇപ്പോൾ BJPയിലേക്ക് ഒരു വേറെ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് പുറത്ത് നിന്ന് നമ്മൾ കാണുമ്പോഴേക്കും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൈസ കൊടുത്ത് നേതാക്കളെ വാങ്ങുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് BJPയോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നതാണോ അതോ ഇവർ വാങ്ങുന്നതാണോ ആളുകളെ? നമ്മൾ തന്നെ സിമ്പിളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ ചന്ദനത്തോട് ചാരാനല്ലേ എല്ലാവർക്കും ഇഷ്ടം? ആർക്കും ചാണകക്കുഴിയുടെ ഒക്കെ തിരിക്കാൻ ഇഷ്ടമുണ്ടാവുമോ? ഇന്ത്യയിലെ ബാക്കിത്തെ രാഷ്ട്രീയം മുഴുവൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഭാവിയേ ഇല്ല. കാരണം ഒന്നുകിൽ അവരെയൊക്കെ ഇടി പൊക്കിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരുടെയൊക്കെ കള്ളപ്പണമായിട്ട് പ്രശ്നമാവും. ഏതെങ്കിലും തരത്തിലൊക്കെ എല്ലാം ഒന്നൊന്നുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുക, ഗുണ്ടായിസോ മറ്റെന്തെങ്കിലും പ്രവൃത്തിയായിട്ട്. BJPക്കാർ മുഴുവൻ നല്ലതെന്നല്ല പറയണത്. ഇനിയൊരു ഭാവി BJPയിലേക്ക് കാണണം. അപ്പോൾ ഡോർ ടു ഡോർ എൻട്രി എടുക്കുമ്പോൾ അതിനകത്തേക്ക് ഞാൻ കയറിയാൽ പോരെ? ഇവർക്കൊക്കെ വേണ്ട സ്ഥാനങ്ങളാണ്, എന്തെങ്കിലും പൊസിഷൻസാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും നല്ലത് അതിനകത്തേക്കാണ്. ഇപ്പോൾ ആൻ്റണിയുടെ മകൻ നോക്കിക്കോ, കോൺഗ്രസ്സിൽ നിന്നിട്ട് എന്ത് ഭാവി ഉണ്ടാവാൻ പോണായിരുന്നു. പുള്ളിക്ക് ഡോർ ടു ഡോർ VIP എൻട്രി കിട്ടി. ഹി ബിക്കം വൺ ഓഫ് ദ ടോപ്പ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. കോൺഗ്രസ്സിലാവണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു ജന്മം മുഴുവൻ വേണ്ടി വരും. പത്മജ വേണുഗോപാലൻ ഓരോരുത്തരെയും നോക്ക്, ഇതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എന്നെപ്പോലെ ഒരാൾ സെലിബ്രിറ്റി അല്ല, എനിക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനോട്ട് ആഗ്രഹമില്ല കേട്ടോ, അത് വേറൊരു കേസ്. അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാണകം മാരി തലയിൽ കൂടെ ഇടുന്നത്? വല്ല കാര്യമുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും മര്യാദയ്ക്ക് എനിക്കറിയാവുന്ന നല്ലൊരു തൊഴിലുണ്ട്, അത് വെച്ചുകൊണ്ടിരുന്നാൽ പോരെ. ഇപ്പോൾ BJP ഒരു ചായ്വുള്ള ആളുകളെ പൊതുവെ വിളിക്കുക ചാണകസംഖി എന്നുള്ളൊരു വിളിയാണ് പൊതുവെ കേൾക്കാറുള്ളത്. ഈ ഒരു വിളി ശരിക്കും പറഞ്ഞാൽ കളിയാക്കി വിളിക്കുന്നതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് എന്ത് സുഖമാണ് കിട്ടണേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ ബാക്കിയുള്ള എന്താ പറയുക പാർട്ടിക്കാർ അവരുടെ ആ ഒരു രോഷം തീർക്കുന്നതാണോ? അത് ഇറിറ്റേറ്റഡ് ആവുകയെന്നേ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് മുഴുവൻ. പണ്ടൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ചെറുപ്പത്തിൽ SFI എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ പിള്ളേരുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. KSU പോലും പറയാൻ ഇഷ്ടമായിരുന്നില്ല. എൻ്റെ സ്കൂളിലൊക്കെ KSU പ്രവർത്തകനെയൊക്കെ മുണ്ടൂരി കളഞ്ഞ് ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്. മുഴുവൻ SFI പിള്ളേരായിരുന്നു പറയാം. ആ SFI മാറി KSUവിലേക്ക് മാറി വരാൻ കുറേ സമയമെടുത്തു. പിന്നീടാണ് അവിടെ ഒരു KSU ക്യാമ്പസ് തന്നെ ഉണ്ടായത്. ഇപ്പോൾ ആ സമയത്ത് ABVPയുടെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവരെ വിളിക്കുന്ന എന്നായിരുന്നു അറിയാം, അടാ ബോണ്ട വട പരിപ്പ് വടാന്ന്. ഒരു ABVPയുടെ ആളുണ്ട്, പുള്ളി പറയും ABVPയുടെ സ്ഥാനാർത്ഥിയാവും, ABVP ആവാമെന്ന് ഞാൻ പാവം നടക്കും. അന്ന് ഞാൻ SFIയുടെ ആളായിരുന്നു. അന്നൊക്കെ നമ്മളതിനെ കളിയാക്കി കൊണ്ടു നടക്കായിരുന്നു, അടാ ബോണ്ട വട പരിപ്പ് വടാന്നും പറയും. അവനിപ്പോഴും അതേ BJP തന്നെയായിട്ട് ജീവിക്കുകയാണ്. ആ നാട്ടിൽ BJP ഇപ്പോഴും അങ്ങനെയൊന്നും വളർന്നു വന്നിട്ടില്ല. കാരണം റൂട്ട് ലെവലിൽ BJPക്ക് വേരില്ല. CPI കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേര് എന്ന് പറഞ്ഞാൽ അങ്ങ് ഡെപ്തിലേക്ക് കിടക്കുകയാണ്. എത്ര മോശമായാലും എന്തൊക്കെ നാശമായാലും അവരുടെ വേര് ആഴങ്ങളിൽ കിടപ്പുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് മലയാളിയുടെ രക്തത്തിലുണ്ടത്. അത് അറുത്ത് മാറ്റൽ ഇച്ചിരി വിഷമമാണ്. പക്ഷേ അത് പിണറായി സർക്കാർ തന്നെയായിട്ട് അത് നശിപ്പിച്ച് കൊളമാക്കി കൊടുക്കുക, അതിന് കുഴപ്പമില്ല.